ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 9 ശ്ലോകം 2. മഹാർണവ വിഘൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തതുപാശ്രയം തവ തനും തുനാലോകയൻ ക ഏഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിതമംബുജം സമജനീതി ചിന്താമഗാത്. സാരാംശം. ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അല്ലയോ ഭഗവാനെ, അവിടുത്തെ നാഭിപത്മത്തിലിരുന്നു കൊണ്ട് ബ്രഹ്മദേവൻ ഇതുപോലൊരു താമരപ്പൂവ് ഈ സമുദ്രത്തിൽ എങ്ങനെ വന്നു? അത് കണ്ടുപിടിക്കാൻ വേണ്ടി നാലുപാടും മുഖം തിരിച്ചു. ബ്രഹ്മദേവൻ്റെ അന്തർഗതമറിഞ്ഞ നിന്തിരുവടി അദ്ദേഹത്തിന് 4 മുഖങ്ങളെ പ്രദാനം ചെയ്തു. അങ്ങനെ ചതുർമുഖനായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് 1-ാം ശ്ലോകം ഉപസംഹരിച്ചത്. 4 ഭാഗത്തേക്കും തിരിഞ്ഞിരിക്കുന്ന താമര ഇതളുകൾ പോലെ ദിവ്യമായ 8 കണ്ണുകൾ കിട്ടിയിട്ടും താനിരിക്കുന്ന വിടർന്നു പരിലസിക്കുന്ന താമരപ്പൂവല്ലാതെ അദ്ദേഹം ഒന്നും കണ്ടില്ല. മാത്രമല്ല, ആ താമരപ്പൂവിന് അധിഷ്ഠനായ അങ്ങയെയും കാണുവാൻ സാധിച്ചില്ല. ബ്രഹ്മദേവൻ ആകെ ചിന്താകുലനായി തീർന്നു. ഇതുപോലെയുള്ളൊരു മഹാസമുദ്രത്തിൽ തിരമാലകളാൽ ഇളകുന്ന ഈ താമരപ്പൂവ് എവിടെ നിന്നു വന്നു? അതിനകത്തിരിക്കുന്ന താനാരാണ്? തനിക്കാരാണ് ആശ്രയം? എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. ആധ്യാത്മിക മാർഗത്തിൽ ചിരിക്കുന്നവർക്ക് സംശയങ്ങൾ സ്വാഭാവികമാണ്. സംശയങ്ങളുടെ ദൂരീകരണത്തിൽ നിന്നാണ് ജ്ഞാനം ഉദിക്കുന്നത്. മിണ്ടാതിരുന്നാൽ, അതിനുവേണ്ടി പ്രയത്നിക്കാതിരുന്നാൽ ജ്ഞാനമുണ്ടാവില്ല. ഈ പ്രയത്നത്തെയാണ് പുരുഷ പ്രയത്നം എന്ന് പറയുന്നത്. ഭാഗവതവും മറ്റു സംവാദ രൂപങ്ങളിലാണ് വ്യാസദേവൻ നമുക്കായി തന്നിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ തുടക്കം തന്നെ പ്രശ്നങ്ങൾ അഥവാ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ചോദിക്കുന്നതോ മഹർഷിവര്യന്മാർ വ്യാസശിഷ്യനായ സൂത പൗരാണികനോട്. ബ്രഹ്മദേവനും സംശയം വന്നതിൽ അത്ഭുതപ്പെടാനില്ല. ബ്രഹ്മദേവൻ്റെ സംശയം ദൂരീകരിക്കുന്നത് സാക്ഷാൽ പരമാചാര്യനായ ഭഗവാൻ തന്നെയാണ്. ഇനി വരുന്ന ശ്ലോകങ്ങളിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.